TP കേസ് പ്രതികൾക്കെതിരെ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് പുറത്ത്. കൊടി സുനി, കിർമാണി മനോജ് അടക്കം ജയിലിനുള്ളിൽ മയക്കുമരുന്ന് വിൽപ്പനയും കടത്തും നടത്തുന്നു. ജയിലിൽ മൊബൈൽ ഫോണും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, അത്ഭുതങ്ങളൊന്നുമില്ല ഇത് കേൾക്കുമ്പോൾ. നമ്മൾ എത്രയോ വാർത്തകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങോട്ടേക്ക് മയക്കുമരുന്ന് എറിഞ്ഞു കൊടുക്കുന്നു, ഫോൺ എറിഞ്ഞു കൊടുക്കുന്നു. കാലങ്ങളായി ഇത് നടക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രധാനപ്പെട്ട കേസിൽ കുറ്റവാളികളായിട്ടുള്ളവർ അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്നവർ ഒക്കെ ഇങ്ങനെയുള്ളൊരു റിപ്പോർട്ടിൽ തന്നെ പറയുമ്പോൾ ഇതിനൊക്കെ സജ്ജീകരണം ചെയ്തു കൊടുക്കുന്നവർ, സഹായം ചെയ്തു കൊടുക്കുന്നവരൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരാണല്ലോ. തീർച്ചയായിട്ടും ദിവിഷ, ഇതിപ്പോൾ ഈ ആഗസ്റ്റ് മാസം 5-ാം തീയതി തലശ്ശേരി കോടതിയിലാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ടായ വേണു ഈ കത്ത് കൈമാറിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ കൊടി സുനി, കിർമാണി മനോജ് അടക്കമുള്ളവർ നിരന്തരം അച്ചടക്ക ലംഘനം നടത്തുന്നു. ഒപ്പം തന്നെ മയക്കുമരുന്ന് ഉപയോഗം മാത്രമല്ല കടത്തും വിൽപ്പനയും നടത്തുന്നു എന്നതാണ് ഈ കത്തിൽ പ്രധാനമായും ജയിൽ സൂപ്രണ്ട് തന്നെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ ഈ ലഹരി മരുന്നിന്റെ കടത്തും ഉപയോഗത്തിനും അപ്പുറം നിരന്തരമായി മൊബൈൽ ഫോണും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഈ കൊടിസുനിക്ക് നേരത്തെ പരോൾ അനുവദിച്ചിരുന്നു. അങ്ങനെ പരോൾ അനുവദിച്ചതിന് പിന്നാലെ ഈ വയനാട്ടിലെ മീനങ്ങാടി സ്റ്റേഷൻ പരിധിക്ക് പുറത്തു പോകരുത് എന്നതായിരുന്നു നിബന്ധന. പക്ഷെ ആ നിബന്ധന മറികടന്ന് കൊടിസുനി കേണിച്ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് പോയി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ പരോൾ റദ്ദാക്കുകയും ചെയ്തു. പിന്നാലെ ഈ ന്യൂമാഹിയിലെ ഇരട്ട കൊലപാതക കേസിൽ വിചാരണയ്ക്ക് പോകുന്ന വഴി മദ്യപിക്കുകയും ചെയ്തു. അങ്ങനെ നിരന്തരം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് കൊടിസുനി എന്നതാണ് ഈ കത്തിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. അതായത് നേരത്തെ കൊടിസുനി തവനൂർ ജയിലിലായിരുന്നു. അവിടെ നിന്നും ഈ ന്യൂമാഹിയിലെ ഇരട്ട കൊലപാതക കേസിലെ വിചാരണക്കായാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇയാൾ നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് നേരെ തിരിച്ച് തവനൂരിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കത്ത് സമർപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി അനുവദിക്കുകയും അങ്ങനെ കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തവനൂരിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു വിടുതലിനായി ഇങ്ങനെയൊരു ആവശ്യം ഈ ജയിൽ സൂപ്രണ്ടിന്റെ മുമ്പാകെ വെക്കുമ്പോൾ നേരത്തെ തന്നെ ഈ പ്രതികൾ നിരന്തര കുറ്റകൃത്യം നടത്തുന്നു, മാത്രമല്ല ജയിലിനുള്ളിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് കടത്തും വിൽപ്പനയും നടത്തുന്നു എന്ന ഒരു റിപ്പോർട്ട് ഉള്ള പശ്ചാത്തലത്തിലാണ് സർക്കാർ അല്ലെങ്കിൽ ജയിൽ DGP ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നതാണ് ഏറ്റവും ശരി. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിലും മറ്റൊരു വെള്ളരിക്ക പട്ടണമായി മാറുന്നു.